പരിയാരം മെഡിക്കൽ കോളേജിലെ ഫാർമസി അസിസ്റ്റന്റ് ആയിരുന്ന മോഹനൻ വീടിന്റെ ടെറസിൽ നിന്നും താഴെ വീണ് 10 വർഷത്തോളമായി അരയ്ക്ക് താഴെ ചലനമില്ലാത്ത അവസ്ഥയിലാണ്. അദ്ദേഹം ഇന്ന് നിത്യജീവിതത്തിന് വഴി തേടുന്നത് കുടയും അതുപോലെ പെന്നും ഉണ്ടാക്കി വിറ്റാണ്. അദ്ദേഹത്തിന്റെ ജീവിതകഥ. പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഫാർമസിസ്റ്റ് അസിസ്റ്റന്റായി ജോലി ചെയ്തു വരികയായിരുന്നു മോഹനൻ. എന്നാൽ 2016 ഏപ്രിൽ 10 മോഹനന്റെ ജീവിതത്തിന്റെ ദിശ മാറ്റിമറിച്ചു. വീടിന്റെ ടെറസ് വൃത്തിയാക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ താഴേക്ക് വീഴുകയായിരുന്നു. വിദഗ്ധ ശസ്ത്രക്രിയകൾക്ക് വിധേയനാക്കിയെങ്കിലും അരയ്ക്ക് താഴെയുള്ള ചലനശേഷി പൂർണ്ണമായും നഷ്ടപ്പെട്ടു. തുടർന്ന് കിടപ്പിലായെങ്കിലും മനസ്സ് തളരാൻ അദ്ദേഹം തയ്യാറായില്ല. കിടന്ന കിടപ്പിൽ ചലിക്കാൻ സാധിക്കുന്ന കൈകൾ കൊണ്ട് അദ്ദേഹം പുതിയൊരു അതിജീവനത്തിന്റെ പാത വെട്ടിത്തുറന്നു. ചക്രക്കസേരയിലിരുന്ന് പുനരുപയോഗ സാധനങ്ങൾ ഉപയോഗിച്ച് വിവിധ രൂപങ്ങളിലുള്ള കുടകളും കടലാസ് പേനകളും നിർമ്മിക്കാൻ അദ്ദേഹം പരിശീലിച്ചു. ഇന്ന് ദിവസം 7ഓളം കുടകളും ഒട്ടനവധി പേനകളും മോഹനൻ സ്വന്തം കൈകളാൽ നിർമ്മിക്കുന്നുണ്ട്. അദ്ദേഹം ആദ്യം നിർമ്മിച്ച കുടകൾ വാങ്ങി പ്രോത്സാഹിപ്പിച്ചത് പരിയാരം മെഡിക്കൽ കോളേജിലെ അദ്ദേഹത്തിന്റെ പഴയ സഹപ്രവർത്തകരായിരുന്നു. പിന്നീട് സോഷ്യൽ മീഡിയയിലൂടെ ഈ അതിജീവനത്തിന്റെ കഥ ലോകമറിഞ്ഞതോടെ നിരവധി ആളുകളാണ് കുടകൾ തേടിയെത്തുന്നത്. നമ്മളെ കൂട്ടത്തിൽ തന്നെയുള്ള ഒരാളുണ്ട് കണ്ണൂരിൽ. അയാൾ ഇവിടെ വന്ന് കുടയിലുണ്ടാക്കാൻ പഠിപ്പിച്ചു. പേപ്പർ പെയിന് ഇപ്പോൾ ഇതാണ് നമ്മളെ ശരിയായ ജീവിത മാർഗം. കാരണം കുറച്ചുകൂടെ പോവും, ഈ സമയമാകുമ്പോൾ കുറച്ച് പോകും. ഇപ്രാവശ്യം പൊതുവേ മഴ കുറഞ്ഞുകൊണ്ട് കച്ചവടം കുറവാണ്. അതുകൊണ്ട് കുട്ടികളുടെ കൂടെയെല്ലാം കുറേ ബാക്കിയായി. ഇപ്രാവശ്യം കുട്ടികളുടെ കൂടെ തീരെ പോയില്ല. സാധാരണ ജൂൺ 1-ാം തീയതി സ്കൂൾ തുറക്കാനാകുമ്പോഴേക്ക് അംഗനവാടി അല്ലെ സ്കൂൾ പ്രവേശനം എന്നെല്ലാം പറഞ്ഞ് കുറേ കൂടെ പോകാറുണ്ടായിരുന്നു. ഭാര്യ വിജയശ്രീ, മക്കളായ അഞ്ജലി, അർജുൻ എന്നിവരടങ്ങുന്ന കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയാണ് മോഹനന്റെ കരുത്തും ആത്മവിശ്വാസവും. വിപണിയിലെ മറ്റു കുടകളോട് കിടപിടിക്കുന്ന ഗുണമേന്മ ഉള്ളവയാണ് മോഹനന്റെ വർണ്ണക്കുടകൾ. കുട്ടികളുടെ കുടകൾക്ക് 330 രൂപയും 3 ഫോൾഡ് കളർ പ്രിന്റ് കുടകൾക്ക് 420 രൂപയും കറുപ്പ് കുടകൾക്ക് 410 രൂപയും കാലൻ കുട കളർ കറുപ്പ് എന്നിവയ്ക്ക് 550 രൂപയും ഗോൾഫ് ഫൈബർ കുടകൾക്ക് 600 രൂപയുമാണ് വില. ശാരീരികമായ പരിമിതികൾ ഒന്നിനും ഒരു തടസ്സമല്ലെന്ന് സ്വന്തം ജീവിതത്തിലൂടെ തെളിയിക്കുകയാണ് മോഹനൻ. ഇച്ഛാശക്തിയുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയെയും മറികടന്ന് ജീവിതം തിരികെ പിടിക്കാമെന്ന വലിയൊരു സന്ദേശമാണ് ഈ പയ്യന്നൂരുകാരൻ സമൂഹത്തിന് നൽകുന്നത്. ശരീരത്തിനേറ്റ തളർച്ച മനസ്സിനെ ബാധിക്കാതെ പ്രതിസന്ധികളെ അതിജീവിച്ച് ഇനിയും മുന്നോട്ട് യാത്ര തുടരുകയാണ് മോഹനേട്ടൻ. ക്യാമറമാൻ സുമേഷിനൊപ്പം സുധാ സുരേന്ദ്രൻ, നെറ്റ്വർക്ക് ന്യൂസ്.